എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം വൈറലായി കുറേ ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഈ അശ്വതി അച്ചു എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈലിലുള്ള ആ ഒരു വ്യക്തി. നിങ്ങൾക്ക് പലർക്കും അവരെ അറിയായിരിക്കും. ഇപ്പോൾ അവരൊരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ കിഡ്നി ഡാമേജ് ആകുകയും അതേപോലെ ഡയാലിസിസും മറ്റും കാര്യങ്ങളും ചെയ്ത് മുഖത്തും ദേഹത്തൊക്കെ നീരുമായിട്ട് വളരെ വേദനാജനകമായിട്ടാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസൊക്കെ കണ്ടുപോയപ്പോഴാണ് ഞാൻ അവരുടെ ഒരു വീഡിയോ കാണുന്നത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത ഹാർട്ട് ടച്ച് ചെയ്ത രീതിയിൽ ഭയങ്കര വിഷമമായി. എനിക്കങ്ങോട്ട് ഇങ്ങനെയും ഉണ്ടല്ലോ മനുഷ്യർ എന്ന് ചിന്തിച്ചു പോയ ഒരു വീഡിയോ ആണ്. ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ ഈ ഒരു സൈഡിൽ കാണിക്കാം, നിങ്ങളതൊന്ന് കേട്ട് നോക്ക്. ഹായ് ഹലോ, ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് വന്നത് എൻ്റെ സങ്കടത്തിന് വേണ്ടിയാട്ടോ. സങ്കടം പറയാൻ വേണ്ടിയാണ്. എന്നെ 2-3 പേര് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് കരഞ്ഞു മൂവി സഹായം മേടിക്കുകയും ചെയ്യും, കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ വീഡിയോ ഇടുകയും ചെയ്യും. എനിക്കെന്താ വീഡിയോ ചെയ്ത് സന്തോഷിച്ചൂടെ? ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്താ ബുദ്ധിമുട്ട്? പിന്നെ എനിക്ക് എൻ്റെ അസുഖം കാരണം വയ്യാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നത് തന്നെ. ഓരോ അവസ്ഥ വരുമ്പോഴാണ് ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുന്നത്. ഇപ്പോഴും എനിക്ക് നടക്കാനൊന്നും വേണ്ട. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ എടുത്താണ് കൊണ്ടുപോയി ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ശരീരത്തിൽ പോലും ഒന്ന് ആർക്കും തൊടാൻ പോലും പറ്റത്തില്ല. ഭയങ്കര വേദനയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ കയറുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഉടനെ കുറേ പേര് കമൻസ് ഇട്ട് ആരെങ്കിലും ഒന്ന് സഹായിക്കൂടെ. ആർക്കും എന്നെ തൊടാൻ പറ്റാത്തതുകൊണ്ടാണ് ആരും എന്നെ പിടിക്കുകയെടുക്കുക ഒന്നും ചെയ്യാത്തത്. ഭയങ്കര വേദനയാണ്. നടക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും സഹായം ചോദിക്കുന്നത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി. എന്നെ ആരും നോക്കാനില്ല. എൻ്റെ ഒരു അജ്ഞാനം മാത്രമേ ഉള്ളൂ. അമ്മ പണിക്കൊന്നും പോകുന്നില്ല. എന്നെയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി നടക്കുക. അതേപോലെ തന്നെ എൻ്റെ അച്ഛനാണ് എന്നെ സഹായിക്കുന്നില്ല. അച്ഛനെ കിഡ്നി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം കിഡ്നി തരുന്നില്ല, എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ കൂടെ അല്ല, അച്ഛൻ പോയി. അച്ഛനാണ് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അച്ഛനിപ്പോൾ 2 ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ അച്ഛൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാഥ എങ്ങനെ ജീവിക്കുന്നു അതേപോലെ ഞാനിപ്പം ജീവിക്കുന്നത്. ഞാൻ നാട്ടുകാരത്തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോഴും. സത്യമായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു, സന്തോഷിക്കുന്നു. ഞാനൊരു കട്ടിലെ തന്നെ കിടക്കണമെന്ന് പറയുമ്പോൾ എന്തുവാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുന്നു അക്കൗണ്ടിൽ പൈസ ഇടാൻ പറ്റുന്നില്ല എന്ന് പറ്റിയ അതെനിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരുടെ സ്വന്തം അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ചു, അവരൊക്കെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കുട്ടിക്ക് കരൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊടുത്തില്ല. ഇപ്പം അച്ഛൻ അവരുടെ കൂടെ ഇല്ല. അപ്പം അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മയ്ക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ആ കുട്ടി വീഡിയോസ് ഇടുന്നത്, മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ ആ പല വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും. ദേഹം എല്ലാം നീരും വെച്ച് കണ്ണൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതേപോലെ കഴുത്തിന് ചുറ്റും ഇതേപോലെ നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഒരു നീഡിൽ നമ്മുടെ കയ്യിലിട്ടാൽ നമുക്ക് എത്ര വേദനയായിരിക്കും. അപ്പോൾ കഴുത്തിൻ്റെത് ഇവിടെ, അത് കഴിഞ്ഞ് മാറ്റിയത് ഇവിടെ, അത് കഴിഞ്ഞ് ഇവിടെ, അത് കഴിഞ്ഞ് ഇവിടെ, അങ്ങനെ മാറ്റി കഴുത്തിന് ചുറ്റും നീഡിലിടുന്ന അവസ്ഥ. ഒന്ന് അനങ്ങാനോ തിരിയാനോ നേരെ സംസാരിക്കാനോ പോലും പറ്റുന്നില്ല. ആ കുട്ടിയുടെ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണത്. ഡയാലിസിസ് ഒക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം കരൾ മാറ്റി വെക്കാത്തിടത്തോളം കാലം ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ല, കരൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഡയാലിസിസ് നോർമലാകും. പക്ഷേ അത് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. ആരും അവർക്ക് കരൾ കൊടുക്കാനില്ല. അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കരളൊക്കെ മേടിക്കാൻ പറ്റത്തില്ല. ഒരു സാമ്പത്തിക അവസ്ഥ അവർക്കില്ല. അവരെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അവർ ജീവിച്ചു പോകുന്നു. അവർക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു എമൗണ്ട് ആവുന്നുണ്ട്. ആ ഒരു എമൗണ്ടിന് വേണ്ടിയാണ് അവർ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് വീഡിയോസ് ഇടുന്നത്. ഒരുപാട് പേര് വന്നിട്ട് അവരെ കമൻസിലൂടെ ആണെങ്കിൽ കുഴപ്പമില്ല, കമൻസ് അവർ വായിക്കുന്നില്ല, അത് വിട്ട് കളയുമെന്ന് വിചാരിക്കും. പക്ഷേ അവരെ നേരിട്ട് കോള് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പൈസയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ എന്തിനാടി ഇങ്ങനെ ഇരക്കുന്നത് തെണ്ടുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണ്. നേരിട്ട് ഫോൺ വിളിച്ച് അവരോട് പറയുകയാണ്. അവരെ അത്രയും മനസ്സൊക്കെ തകർന്ന് അത്രയും രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാളോട് നേരിട്ട് ഫോൺ വിളിച്ചിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല, ഓക്കെ, അവരുടെ വീഡിയോ കാണാൻ ഇഷ്ടമില്ല, നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാതെ അവരെ സഹായിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ളവരെ ആരെങ്കിലും സഹായിക്കട്ടെ. അല്ലാത്ത പക്ഷം നമ്മൾ
അവരെ നേരിട്ട് കോൾ ചെയ്തിട്ട് അവരെ ഒന്നും കൂടെ കുത്തി വേദനിപ്പിക്കുന്നു പറയുന്നത് ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു അസുഖം വന്ന് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വേദന മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ഈ ഒരു അസുഖം ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു വേദന മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഇതിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് ആ കുട്ടിയെ സഹായിക്കാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ എടുത്ത് നോക്കിയാൽ കുട്ടിയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ആ കുട്ടിയെ സഹായിക്കുക. ഒരുപാട് പേര് ആ കുട്ടിയെ സഹായിക്കുന്നുമുണ്ട്. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ഓട്ടോ വന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു ഓട്ടോയിൽ കയറാൻ പോലും ഉള്ള ആ ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം ഒരാൾക്ക് ഓട്ടോയിൽ കയറാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആളെ പിടിച്ചു കയറ്റും. പക്ഷേ ഈ കുട്ടിയുടെ ദേഹത്തൊന്ന് ഇങ്ങനെ പിടിച്ചു കയറ്റാൻ പോലും പറ്റത്തില്ല. കാരണം ആ ദേഹം മുഴുവൻ അത്രയും വേദന സഹിച്ചാണ് ആ കുട്ടി ജീവിക്കുന്നത്. നമുക്ക് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കമൻസും പറഞ്ഞ് അല്ലെങ്കിൽ നേരിട്ട് ഫോൺ കോൾ ചെയ്ത് ആ കുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുക. കാരണം ഒരുപാട് കഷ്ടതയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. സ്വന്തം അച്ഛൻ കരൾ കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ആ കുട്ടിക്ക് കരളും കൊടുക്കാതെ ആ കുട്ടിയുടെ ചെലവും കാര്യങ്ങളും നോക്കാതെ ആ കുട്ടീനെ ഇട്ടിട്ട് പോയേക്കുവാണ്. ഇങ്ങനെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ ഒരു കുട്ടീനെ നോക്കി ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ ആ അമ്മയ്ക്കും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ മനുഷ്യത്വമുള്ള ആൾക്കാരോട് പൈസ ചോദിക്കുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ യൂട്യൂബിൽ തന്നെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വീട് വെക്കാൻ പൈസ വേണം, ചുരിദാർ വാങ്ങിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തെണ്ടുന്നതിന്റെ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇരന്ന് ജീവിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇതുപോലെ അല്ല ഈ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ. അവരെന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിന് വേണ്ടി ആ അസുഖത്തിനുള്ള ചെലവിന് വേണ്ടിയാണ് മറ്റുള്ളവരുടെ മുമ്പ് യാചിക്കുന്നത്. അപ്പം നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാത്ത വശം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കുത്തി നോവിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ചൊക്കെ ഇങ്ങനത്തെ സംസാരിക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേരിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്നും ഒരുപാട് റീച്ച് ആവുന്നൊന്നുമില്ല. പക്ഷേ കാണുന്ന കുറച്ച് പേരിൽ ആർക്കെങ്കിലും ആ കുട്ടിയെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ കുട്ടിയെ സഹായിക്കണം. കാരണം അതൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ പൈസ ചുമ്മാ അനാവശ്യമായിട്ട് പല ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഒക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ഒരുപാട് പൈസ കളയുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ കളയുന്ന ആ പൈസയിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ഇതേപോലെ രോഗത്താൽ ഭാരപ്പെട്ട് ആരും നോക്കാനും ഒരു സഹായത്തിനും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ഈ ഒരു അശ്വതി അച്ഛൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഈ കുട്ടീനെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? ഇപ്പം ടിക്ടോക്കൊക്കെ ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പേരായിട്ടും അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല പാട്ടൊക്കെ പാടിയും ഡാൻസൊക്കെ കളിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറേ ആയിട്ട് കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ അസുഖമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കിങ്ങനെ 1-2 വീഡിയോസൊക്കെ കണ്ടപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ഇത്രയും ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത്. അപ്പം എനിക്ക് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അപ്പം ഇത്രയും ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുമ്പം പോലും അവരെ ഈ രീതിയിൽ കുത്തി നോവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സഹായിക്കുക. അപ്പം ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് ഒരുപാട് പേര് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ആരെങ്കിലുമൊക്കെ ആ കുട്ടിയെ സഹായിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.